കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കലാവതി മുത്തശ്ശി രവീന്ദ്രനെ കാണാനായിട്ട് വരുവാണ്. പിന്നീട് മുത്തശ്ശി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. മുത്തശ്ശിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബത്തിൽ നടന്നിട്ട് തന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയായിരുന്നു. പിന്നീട് ഒരു വ്യക്തി രവീന്ദ്രനും എല്ലാവരും ചേർന്ന് മുത്തശ്ശിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി ഓരോരുത്തരുടെയും കുശലാന്വേഷണം ഒക്കെ നടത്തുകയാണ്. ശ്രുതിയോട് ചോദിച്ചു, അല്ല നിന്റെ മുടിവെട്ട് കടയൊക്കെ എങ്ങനെ പോണെന്ന് ചോദിക്കാം. മുടിവെട്ട് കടയോ? അത് ബ്യൂട്ടി പാർലറാന്ന് പറയണം. ഓ, ബ്യൂട്ടി പാർലർ എന്താണെങ്കിലും ഒന്ന് തന്നെയല്ലേ ഈ മുടിവെട്ടുന്ന പരിപാടിയൊക്കെ അവിടെ ചെയ്യണേന്ന് ചോദിക്കുകയാണ്. ശ്രുതിയോട് ചോദിച്ചു, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോണം? കുഴപ്പമില്ല, ഞാനേ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആന്ന് പറയണം. ആ, നന്നായി വരട്ടെ എന്നൊക്കെ പറയാം. ആ സമയം ചന്ദ്രമതി മനസ്സിൽ കരുതി, എന്റെ ഭഗവാനെ എന്ത് വല്ല കള്ളത്തരവും പറഞ്ഞുകൊണ്ടിരിക്കണേ. സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് പോലും, കള്ളത്തരങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. ആ സമയം ചന്ദ്രമതിയോട് നീ ഒരു കാര്യം ചെയ്യുക, അവിടെ ഇരിക്കുന്ന ഭാഗം എടുക്കാനായിട്ട് പറയാണ്. കലാവതി മുത്തശ്ശിയുടെ ബാഗ് ചന്ദ്രമതി എടുത്ത് കൊടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോ മുത്തശ്ശി അതിനകത്ത് നിന്ന് സാരി എടുക്കുകയാണ്. പിന്നീട് വർഷേനെ അങ്ങോട്ട് വിളിച്ചു. വർഷേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് മോളക്കൊള്ളാന്ന് പറയണം. ഇതേട്ട് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ഇതുവരെ എനിക്ക് എന്റെ ഭർത്താവ് ശ്രീകാന്ത് പോലും ഇങ്ങനൊരു സാരിയോ ഡ്രസ്സോ വാങ്ങിച്ചു തന്നിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു സമ്മാനം കിട്ടണേന്ന് പറയണം. ഒത്തിരി നന്ദിയുണ്ട്, താങ്ക് യു മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കവളത്തൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കലാവതി മുത്തശ്ശിയുടെ. ഈ സമയം ശ്രീകാന്ത് ചോദിച്ചു, എനിക്കൊന്നും ഇല്ലെന്ന് ചോദിക്കാം. നിനക്കുണ്ട്, ഇങ്ങോട്ട് വാ തരാന്ന് പറയണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ കവിളത്തൊരു അടി അങ്ങോട്ട് കൊടുത്തു. ഇത് നിനക്കൊള്ളാന്ന് പറയണം. ഒളിച്ചോടിപ്പോയി അവൻ കല്യാണം കഴിച്ചിട്ട് ഇനി അവന് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കണം. എന്താടാ, അല്ല എനിക്കൊന്നും ഇല്ലേ? ഉണ്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാനെന്ന് വെച്ചാൽ ടൂറ് പോയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കല്ലേ. രവീന്ദ്രന്റെ അസുഖാന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്നും കൂടെ ഓടി വന്നാ. ആ സമയത്ത് ഇവിടെ നേരത്തെ മേടിച്ചു വെച്ചിരുന്ന സാരിയാ. അത് വർഷയ്ക്കൊന്നും ഞാൻ കൊടുത്തില്ലോ. അപ്പൊ ആദ്യമായിട്ട് അവിടെ കാണുന്നല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്താന്ന് പറയണം. പിന്നീട് ചന്ദ്രമതിയുടെ നോട്ടം കവറിലേക്കായിരുന്നു. ചന്ദ്രമതിയോട് കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ അധികം നോക്കുവൊന്നും വേണ്ട, നിനക്കുള്ള ഒരു സാധനമില്ല. നീ മര്യാദക്കായിരുന്നെങ്കിൽ നിനക്കൊരു പട്ടുസാരി ഞാൻ വാങ്ങി തന്നേനം. രവീന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നീ വിളിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ രവീന്ദ്രനെ നീ പൊന്നുപോലെ നോക്കുമായിരുന്നെങ്കിൽ. പകരം എന്താ ചെയ്തേ? അവന്റെ കാര്യങ്ങൾ നേരാമണ്ണം നോക്കാത്തോണ്ടല്ലേ അവനിങ്ങനെ ഇപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ട് അവള് നോക്കണു എന്നൊക്കെ പറയാ. ആ സമയത്ത് സച്ചിനെ കണ്ടില്ല. പെട്ടെന്ന് രേവതിയോട് ചോദിച്ചു, അല്ല സച്ചി എന്തേ രേവതിന്ന് ചോദിക്കാം. സച്ചിയേട്ടൻ മുറിയിലാന്ന് പറയാ. എന്താ പുറത്തേക്ക് ഇറങ്ങി വരാത്തെ? അത് പിന്നെ അച്ഛമ്മ അടിച്ചെന്നും പറഞ്ഞിട്ട് അതിന്റെ സങ്കടത്തിൽ പോയി ഇരിക്കുക. ഇനിയിപ്പോ ഇങ്ങോട്ട് വരത്തില്ല എന്നും പറഞ്ഞിരിക്കുന്നേ. പിണക്കെ ഇരിക്കുക. ഞാൻ പോയി വിളിച്ചോണ്ടിരാന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ ആ കഥ അങ്ങോട്ട് പതുക്കെ തുറന്നിടാൻ പറയണം. അങ്ങനെ കഥ തുറന്നിട്ട് രേവതി അകത്തേക്ക് ഇല്ലുവാണ്. സച്ചിനെ വിളിക്കണം. അപ്പൊ സച്ചി നിലത്തിരിക്കുക, ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. രേവതി രണ്ട് സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടൻ എഴുന്നേറ്റ് വാ, അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ എങ്ങോട്ടടുത്തേക്കും വരുന്നില്ലെന്ന് പറയാം. ഇപ്പൊ ഞാൻ വീട്ടിൽ അധികം പറ്റ അച്ചമ്മയ്ക്ക് പോലും എന്നെ ഇപ്പൊ കാണത്തില്ല എന്ന് പറയാം. ഇങ്ങനെ പറയല്ലേ, അച്ചമ്മ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് തല്ലിയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അച്ചമ്മയ്ക്ക് അത് പറയാം. എന്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ, ഇനി അച്ചമ്മയോട് മിണ്ടുന്ന കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം രേവതി വിളിച്ചിട്ട് വരാതെ കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശിക്ക് മനസ്സിലായി ഇനി വരുത്താനുള്ള മാർഗം എന്താന്ന്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അവൻ പിണങ്ങിയിരിക്കുവാന്ന് തോന്നേ, അവൻ വരുമെന്ന് തോന്നില്ല അമ്മയെന്ന് പറയണം. അവനെ വരുത്താനുള്ള മാന്ത്രികത്തേക്ക് എനിക്കറിയാന്ന് പറയണം. കലാവതി മുത്തശ്ശി ബാഗ് തുറന്നു. ബാഗിനകത്തുനിന്ന് ഒരു പാത്രം എടുക്കണം. അത് തുറന്ന് അതിന്റെ സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതായി. സച്ചിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നേ കലാവതി മുത്തശ്ശി. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ആഹാ സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ വർഷയ്ക്ക് ശ്രീകാന്തിനും ശ്രുതിക്കും എല്ലാം കൊടുക്കുകയാണ്. വർഷ പറഞ്ഞു, സൂപ്പർ ടേസ്റ്റ് ആണല്ലോ അച്ഛമ്മയെന്ന് പറയാം. അതെ, ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയാണ്. അപ്പൊ അകത്ത് നിന്ന് രേവതിയോട് സച്ചി ചോദിച്ചു, അല്ല ചെറിയ പാത്രത്തിലാണോ വലിയ പാത്രത്തിലാണോ അച്ഛമ്മ പലഹാരം കൊണ്ടുവന്നേക്കെന്ന് ചോദിക്കാം. ഏയ് ചെറിയ പാത്രത്തിലാ. എന്റെ ഭഗവാനെ, അന്ന് ഇപ്പൊ തന്നെ എല്ലാരും കൂടെ തീർക്കും. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, കുറച്ചുകൂടെ തരാൻ പറയണം. അങ്ങനെ കുറച്ചുകൂടെ മേടിക്കുക. സച്ചിക്ക് പിന്നെ കൺട്രോൾ ചെയ്ത് മുറിയിലിരിക്കാനായിട്ട് പറ്റിയില്ല. സച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം അത് ശരിക്കും അറിയാവുന്ന കാര്യമാണ് കലാവതി മുത്തശ്ശിയെ. പിന്നീട് സച്ചി മുറിയിൽ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. മുറിയിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് വന്നിങ്ങനെ നിൽക്കുവാണ്. അച്ഛമ്മേന്ന് വിളിക്കുക. എന്താടാ, എന്താ കാര്യം? അല്ല അത് പിന്നെ ഞാൻ കാര്യം പറ. അതെ, എനിക്കും വേണമെന്ന് പറയണം. പിന്നെ നിനക്കില്ലാതെ ഇരിക്കും, ഇങ്ങോട്ട് വരാൻ പറയണം. വന്ന ഉടനെ സച്ചി എന്ത് ചെയ്യുവാണ്, സുധയുടെ കയ്യിൽ നിന്ന് ആ പാത്രം മൊത്തത്തോടെ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട്
കഴിക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ബാക്കി എല്ലാവരും കൂടെ ഇങ്ങോട്ട് ചിരിക്കുവാണ്. സച്ചിക്ക് ആ പലഹാരത്തിന് അത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം കലാവതി മുത്തശ്ശിക്ക് മനസ്സിലായിരുന്നു. കലാവതി മുത്തശ്ശി പറഞ്ഞു, നിന്നെ അടിച്ച എന്തുകൊണ്ടാണെന്നറിയോ? നീ എങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു ഒരു വാക്ക്. അച്ഛൻ ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം. പക്ഷെ നീ എന്നോട് മിണ്ടിയോ? അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ നിന്നെ തല്ലാതിരിക്കണമെന്ന് ചോദിക്കാം. എന്നാലും എല്ലാരും കൂടെ പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറയാതിരുന്നേ. പിന്നെ അച്ചമ്മയ്ക്ക് അറിഞ്ഞാ അച്ചമ്മയ്ക്ക് വിഷമാവില്ലെന്ന് ചോദിക്കാം. അതെ അതെ, ഇനിയിപ്പൊ അത് പറഞ്ഞാ മതിയല്ലോ. എല്ലാവളും ഒറ്റയെടുത്ത് കാണാം, ചന്ദ്രമതി കാണാം, എന്നിട്ട് അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയണം. ചന്ദ്രമതിക്കാണ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കളവി തനിക്കിട്ട് പണി തന്നുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും മുന്നിട്ട് തന്നെ നാണം കെടുത്തും. എന്ത് ചെയ്യാനാന്ന് പറ. വരാതിരിക്കുവാണെങ്കിൽ അത്ര സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുവാണ് ചന്ദ്രമതി. നീ എന്താ പിറുപിറുക്കണെന്ന് ചോദിക്കേ. ഒന്നുമില്ല അമ്മയെന്ന് പറയാ. എനിക്കറിയാം, ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ചന്ദ്രേ നിന്നെ കാണുന്നേ എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാരും കഴിച്ചിട്ട് മുറിയിലേക്ക് പോവാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും രേവതിനെ ചന്ദ്രമതി വിളിക്കുകയാണ്. രേവതി അങ്ങോട്ടേക്ക് വന്നു. എന്താമ്മേ? എല്ലാരും ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഫുഡ് കഴിക്കാനായിട്ട് ബാക്കി എല്ലാരും വിളിക്കണേ അവള് തന്നെ വേണോ? നിനക്ക് പോയി വിളിച്ചാൽ എന്താ ചന്ദ്രയെ കുഴപ്പമെന്ന് ചോദിക്കും. അവൾക്ക് എന്താ കുഴപ്പം? അവൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ. ഓ, അവൾക്ക് ഇവിടെ ഒരു പണിയില്ലല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും കലാവതി മുത്തശ്ശി അങ്ങോട്ട് വന്നു. കലാവതി മുത്തശ്ശി വന്നിട്ട്, ആഹാ ഫുഡ് കഴിക്കാൻ തുടങ്ങണം. ഒരു കാര്യം ചെയ്യ, സച്ചി എന്തേ അവനെ കൂടെ വിളിക്കാൻ പറയണം. പെട്ടെന്ന് അവർ പറഞ്ഞു, ചന്ദ്രമതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമേ? എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നും ഡൈനിങ് ടേബിളിൽ ഇല്ലാന്ന് പറയണം. അതാണ് കാര്യം. അതെ, ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ഉള്ള ഇടയ്ക്കൊക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാം. ഇതിപ്പോ എന്താ സ്കൂൾ പിള്ളേരെ കൂട്ട് ഓരോ ട്രിപ്പ് ഇരുത്തേണ്ട കാര്യമൊന്നുമില്ലോ. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് കഴിച്ചാൽ പോരേന്ന് ചോദിക്കുക. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഒരുമയുണ്ടെങ്കിൽ വലക്കമേലും കിടക്കാന്നല്ലേ പറയണേ. കുറച്ച് കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നല്ലേ ഉള്ളെന്ന് ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരി അമ്മയെന്ന് പറയണം. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരണം. ആഹാ പുതുപ്പെണ്ണ് വന്നല്ലോ എന്ന് പറയണം. പിന്നീട് വർഷയോട് ചോദിച്ചു, പേരെന്താന്ന് ചോദിക്കുകയാണ്. ഇത്ര സമയമെങ്കിൽ ഞാൻ പേര് ചോദിച്ചില്ലെന്ന് കലാവതി മുത്തശ്ശി പറയണം. പേര് വർഷയെന്ന് പറയാ. കൊള്ളാം, പേരൊക്കെ നല്ലതാ. അറിയാലോ, എന്റെ മനസ്സിൽ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു ശ്രീകാന്തിന്റെ കല്യാണത്തെക്കുറിച്ച്. പക്ഷെ ഒന്നും നടന്നില്ല. കുടുംബക്ഷേത്രത്തിൽ പോയി കല്യാണക്കുറിയൊക്കെ പോയിച്ചു വാങ്ങിയാണ് കല്യാണമൊക്കെ നടത്താറുള്ളത്. എന്ത് ചെയ്യാനാ, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛമ്മ അതങ്ങനെ സംഭവിച്ചു പോയി, എല്ലാം പെട്ടെന്നായിരുന്നു പറയണം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, ശ്രീകാന്ത് എന്തോ വർത്താനാ പറയണേ? പെട്ടെന്നൊന്നും ആയിരുന്നില്ല, നമ്മൾ പ്ലാൻ ചെയ്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം രേവതിക്കും കലാവതി മുത്തശ്ശിക്കൊക്കെ ചിരി വന്നു. കണ്ടോ, അവളുള്ള സത്യം പറഞ്ഞു കേട്ടോ, നീ ആള് കൊള്ളാലോ പെണ്ണേന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കണം. കാര്യങ്ങളെല്ലാം പറയാണ്. മുത്തശ്ശി പറഞ്ഞു, ഡേ പ്രേമിച്ച് കെട്ടിയതുകൊണ്ടായില്ല ജീവിതം. ജീവിതം ഇനിയിപ്പോ തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ. അറിയാലോ, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട. അതിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഐക്യം ഉണ്ടായിരിക്കണമെന്ന് പറയാണ്. ഇപ്പൊ ഒരു കൂട്ടുകുടുംബം പോലെ ഇത്. അറിയാലോ, ഒരു കുടുംബത്തിൽ വന്നിട്ട് എങ്ങനെയാ ഒരു പെണ്ണും പെരുമാറണ്ടെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് വർഷം പറഞ്ഞു, അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ? അതെ, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ബാധകമുള്ളൂ, ആണുങ്ങൾക്ക് ബാധകമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നീ ആള് കൊള്ളാലോ മോളേന്ന് പറയണം. അതെ, ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷെങ്കിൽ എന്നാലും ആണുങ്ങളുടെ സ്വഭാവം അറിയാലോ, അവരിങ്ങനെ പട്ടം പോലെ അങ്ങോട്ട് പറക്കും. പക്ഷെ എപ്പോഴും ഒരു നിയന്ത്രണം പെണ്ണുങ്ങളുടെ കൈ വേണം. അവരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയണം. എല്ലാ കാര്യത്തിലും ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ആള് സ്ത്രീയാണ്. കാരണം അവർ ആ കുടുംബത്തിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കുടുംബത്തെ കൊണ്ടുപോകാനായിട്ടൊക്കെ കഴിയുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് രേവതി പറഞ്ഞു, ശരിയാ അച്ഛൻ പറഞ്ഞു, ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാ. ഇത് കേട്ടപ്പോ വർഷ പറഞ്ഞു, അതെ എനിക്ക് ഈ അച്ഛൻ പറഞ്ഞു വലിയ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഈ സീരിയലിനകത്തൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ ഇട്ടണമെന്ന് പറയണം. ഓ, നിനക്ക് ഡബ് ചെയ്യല്ലേ? ഈ ഡബ് ചെയ്യാന്ന് പറഞ്ഞാലോ, എന്തിനാ ഡബ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അത് പിന്നെ ഈ സിനിമയിലെ സീരിയലിലും ഒക്കെ ഡബ് ചെയ്യല്ലേ, ഈ സംസാരിക്കുന്ന ജോലി. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ അവന് അഭിനയിക്കുന്നവർ നല്ലതല്ലേ സംസാരിക്കണമെന്ന് ചോദിക്കും. അല്ല അച്ഛമ്മേ, അതിന് സംസാരിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ടെന്ന് പറയാം, ആ ജോലി ഇവള് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി കുറെ പൈസ ഉണ്ടാക്കുമല്ലോ. ചന്ദ്രമതിക്ക് ആ ജോലി കിട്ടുവാണെങ്കിൽ ചന്ദ്രമതി കുറെ പൈസ ഉണ്ടാക്കും. കാരണം ചന്ദ്രമതിയുടെ നാവിന്റെ അത്ര നീളം ഈ വീട്ടിൽ ആർക്കും ഇല്ലെന്ന് പറയണം. ചന്ദ്രമതി ആകെപ്പാടെ നാണം കിട്ടുപോയി. വർഷയുടെ മുന്നിൽ വെച്ചാണല്ലോ ഇങ്ങനെ അപമാനിക്കുന്നേ. രവീന്ദ്രൻ പറഞ്ഞു, ബാമേ ഇനിയിപ്പൊ സംസാരിച്ചിരിക്കേണ്ട, ഫുഡ് കഴിക്കാന്ന് പറയണം. അങ്ങനെ ഡൈനിങ് ടേബിളിന് ചുറ്റും ഉള്ള ചെയറൊക്കെ എടുത്തിടുവാണ്. എല്ലാരും കൂടി ഇരിക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രവീന്ദ്രനോട് പറഞ്ഞു, എങ്ങനെ പോയി ഇരിക്കാനെന്ന് പറ. എല്ലാരും കൂടെ തിങ്ങിക്കൂടിയിരുന്ന്, ഓ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിനക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ കഴിക്കണ്ടെന്ന് പറയും. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നിനക്കെന്താ ചന്ദ്രേ, നിനക്ക് സ്ഥലം തികയത്തില്ലേ? ഒരു കാര്യം ചെയ്യുക, നീ ഫുഡ് കൊടുത്തോണ്ട് ആ ടെറസിലേക്ക് പോയിരുന്നു,
അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങനെ വെയിലും കാറ്റും ഒക്കെ കൊണ്ട് നിനക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ട് ലാവിഷായിട്ട് ഫുഡ് കഴിക്കാന്ന് പറയാ. ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആകെപ്പാടെ ചന്ദ്രമതി തോറ്റു കൊടുക്കുന്ന കലാവതി മുത്തശ്ശിയുടെ മുന്നിൽ മാത്രമാണ്. വേറെ ആരുടെ അടുത്തും തോറ്റു കൊടുക്കത്തില്ല. മുത്തശ്ശി ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ചന്ദ്രമതിക്ക് അനങ്ങാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിരുന്നു കഴിഞ്ഞപ്പോ രേവതി ഇരുന്നില്ല. രേവതി എല്ലാവർക്കും ഫുഡ് വിളമ്പുവാണ്. മുത്തശ്ശി ചോദിച്ചു, ഇതെന്താ മോളെ, നീ എന്താ ഇരിക്കുന്നില്ലേ, നീ കഴിക്കണില്ലേ നിൽക്കും. ഞാനും കൂടി ഇരുന്ന് എങ്ങനെ അച്ഛമ്മ ശരിയാന്നേ, എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു കൊടുക്കേണ്ടത് നിൽക്കും. എന്തെടുത്തു കൊടുക്കാനായിട്ട്? അതെ, എല്ലാവർക്കും കൈയുണ്ടല്ലോ, അവനവന് വേണ്ടുന്ന സാധനങ്ങൾ അവനവൻ എടുത്ത് കഴിച്ചോളും. ഡൈനിങ് ടേബിളെ കൊണ്ടുവന്നെല്ലാം നിരത്തി വെച്ചിട്ടില്ലേ, ആവശ്യമുള്ളവരെടുത്ത് കഴിക്കട്ടെ എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, അത് ശരിയാവൂ അമ്മേ, അവളും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് പറയാം. അത് നീയാണോ തീരുമാനിക്കുന്നത്? അന്നൊരു കാര്യം ചെയ്യാ, നീ എഴുന്നേറ്റിട്ട് അവളെ അവിടെ ഇരുത്താൻ പറയണം. ഒന്നും പറയാനില്ല ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടിയില്ല. രേവതി പിന്നീട് സച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും കലാപതി മുത്തശ്ശി ഭയങ്കര സന്തോഷമായി. കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നതന്നെ. പിന്നീട് മുത്തശ്ശിയുടെ നോട്ടം കണ്ടപ്പോൾ സച്ചി ചോദിച്ചു, എന്താ അച്ഛമ്മ ഇങ്ങനെ നോക്കണേ? അത് പിന്നെ ഉണ്ടല്ലോ, ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കാഴ്ച, ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു ഭാഗ്യമല്ലോ എന്ന് പറയാം. മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോഴത്തെ ഒരു സുഖം അതൊരു വേറെ തന്നെയാന്ന് പറയാണ്. ഇനി എത്ര കാലം എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, പിന്നെ അച്ഛമ്മ ഇപ്പോഴെങ്ങും മരിക്കാൻ പോകുന്നില്ല, അച്ഛമ്മ ഇനി കുറെ കാലം കൂടെ ജീവിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും കലാവതി മുത്തശ്ശി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ കാലമില്ലാത്ത കാലമല്ലേ. ഇപ്പൊ തന്നെ രവീന്ദ്രന്റെ കാര്യം കണ്ടോ, ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ നടന്നേ? അവന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എന്നിട്ടോ ഞാൻ അത് വല്ലതും അറിഞ്ഞോ? ഞാൻ അവസാന സമയത്തല്ലേ അറിയണേ. ഇപ്പോഴറിഞ്ഞ്. എന്നോട് ഒരു മനുഷ്യന്മാരെ പോലും പറഞ്ഞിട്ട് പോലില്ല. ഈ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്, എന്നാൽ ആർക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നേ പറയില്ലായിരുന്നു ചോദിക്കണം. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, എല്ലാം നിങ്ങൾ കണ്ടില്ലേ ഇരിക്കുന്നേ, അവന്മാര് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാന്ന് പറയണ. ശ്രീകാന്തിന്റെ വർഷയുടെ ഒക്കെ നേരെ നോക്കുവാണ് സച്ചി. പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റിയെന്നാ? പിന്നെ നീ കാരണം അച്ഛൻ അന്ന് അസുഖം ഉണ്ടായത്, അച്ഛൻ പോലീസ് ലോക്കപ്പിൽ കയറിയെന്ന് പറയണം. ഇതേ സച്ചേട്ടാ, വെറുതെ കുറ്റപ്പെടുത്താൻ വരണ്ട, സച്ചേട്ടനോ അതിനകത്ത് ഉത്തരവാദിയാന്ന് പറയാ. അതേടാ, ഞാനും ഉത്തരവാദിയാ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവണം. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് വർഷ പറഞ്ഞു, അതെ, ഇവിടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ സച്ചേണ്ണ അച്ഛമ്മ കണ്ടില്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോന്ന് പറഞ്ഞ്. ഇങ്ങനെ എപ്പോഴും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ എന്തേലും പറഞ്ഞൊരു കാരണം ഉണ്ടാക്കി വെറുതെ ഈ വീട്ടിൽ അലമുണ്ടാക്കും, ഈ വീടിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. രേവതി സച്ചേട്ടൻ പറഞ്ഞില്ല, എന്താ തെറ്റിരിക്കുന്നേ? കാര്യമുള്ള കാര്യമല്ല സച്ചേട്ടൻ പറഞ്ഞേ, അതിനെന്തിനും വർഷ സച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുക. അങ്ങനെ അവര് തമ്മിൽ ആ കാര്യം ഏറ്റെടുത്തു. അവസാനം കലാപതി മുത്തശ്ശി പറഞ്ഞു, ഒന്ന് നിർത്തോ, കാരണം ഇത് ഡൈനിങ് ടേബിൾ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുവല്ലേ, ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ കിടന്ന് പറയണെന്ന് ചോദിക്കുക. കുടുംബമായ അല്ലറച്ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാ. ചന്ദ്രമതി പറഞ്ഞു, എല്ലാത്തിനും കാരണം ഈ സച്ചിയാ, അവൻ ഒറ്റയൊരുത്തം കാരണം ഈ പ്രശ്നം ഈ കുടുംബത്തിൽ ഉണ്ടാന്ന് പറയാം. നീ ഒരു അക്ഷരം മിണ്ടരുത്, അക്ഷരം മിണ്ടിയതിന്റെ കാരണം ഞാൻ പോയിക്കും, അറിയാലോ. ഒരു കുടുംബത്തെ എങ്ങനെ കൊണ്ടുപോകണം നിനക്ക് അറിയില്ലല്ലേ. മക്കളെ എല്ലാരും ഒരേപോലെ കാണാൻ പഠിക്കണം. നീ അങ്ങനെയാണോ കാണുന്നേ? എല്ലാരും ഓരോ തട്ടി വേർതിരിച്ച് കാണും, അതുകൊണ്ടുള്ള കുഴപ്പം അത്. മര്യാദയ്ക്ക് മക്കളെല്ലാരും ഒരുമിച്ച് കാണുവാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? എന്നിട്ട് അമ്മയാന്ന് പറഞ്ഞ അവള് നടക്കുന്ന പോലും എന്ന് പറയാണ്. അതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാ. ചന്ദ്രമതിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ, ഇനിയെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്നെ ഒന്ന് അറിയിക്കണം ആരെങ്കിലും, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നാളാ, എനിക്കതൊരു ബാധ്യതയല്ലെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആരും പറയായിരുന്നേ. എടാ രവി, നിനക്കറിയാലോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ മകനായിട്ട് മക്കളായിട്ടുള്ളത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥമിരിക്കുന്നത്? എന്റെ ആഗ്രഹം ഇനി മക്കളെ പേരക്കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹം എനിക്ക് നിറവേറ്റേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു, അതെന്താ കുഴപ്പമിരിക്കുന്നേ? അതെ, കൊച്ചുമക്കളെയൊക്കെ കണ്ടോ, അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ കണ്ടോ മുത്തശ്ശി കണ്ണടിക്കുള്ളൂ, മുത്തശ്ശി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് പറയാം. അതൊക്കെ പറയും, അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ മോനെ, മനുഷ്യന്റെ കാര്യമല്ലേ, ആയുസ് എത്തുന്ന എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, അതെ, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട അച്ഛമ്മേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേനും ഞങ്ങളെല്ലാം ഒന്നിക്കുമെന്ന് പറയാം. കണ്ടോ, ഇങ്ങനെ വേണം. ഇവളാ ശരിക്കുള്ള മരുമോള്. ഒരു കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇവൾക്ക് നന്നായിട്ടറിയാം. ഇവളെ പോലെയുള്ള പെൺകുട്ടികൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പറയാം. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രേവതിനെ പുകഴ്ത്തിയത്. ചന്ദ്രമതി രൂക്ഷമായിട്ട് രേവതിനെ നോക്കുകയാണ്.
സച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു. സച്ചി പറഞ്ഞു, ഒന്നോട് പറയാം അച്ഛമ്മ അങ്ങനെ അങ്ങോട്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരുടെയും കൂടെ, എത്രയും പെട്ടെന്ന് പേരക്കുഞ്ഞുങ്ങളും കൂടെ എനിക്ക് തരണമെന്ന് പറയാം. എനിക്ക് അവരെ കാണാനൊരു ഭാഗ്യം കൂടെ വേണം. അതിനുശേഷം എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. സച്ചി പറഞ്ഞു, അതെന്നെ മുത്തശ്ശി, അതെന്ത് വർത്താനം പറയണെന്ന് നോക്കി. എന്താടാ ഈ വരുന്ന പൊങ്കലുണ്ടല്ലോ, ഈ വരുന്ന പൊങ്കലിനോ, പൊങ്കലാമത്തിന് കുഞ്ഞുങ്ങളെ അതിനിപ്പോ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് എങ്ങനെ ഈ വീട്ടിലുള്ളവർ പ്രസവിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിയായിരുന്നു. എടാ മരമണ്ട, അതല്ല പറഞ്ഞത്. ഒരാഴ്ചയുള്ളൂ പൊങ്കലിന് സമയത്ത് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരണമെന്നാ പറഞ്ഞതെന്ന് പറയാ. ഇത് കേട്ടതും സച്ചിക്ക് ആകെപ്പൊടൊരു ചമ്മലായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.